ഇന്ന് തിരുമുറ്റക്കോട് അഞ്ചാംകളം വേലയാണ് കേട്ടോ. അപ്പോൾ പൂരത്തിൻ്റെ വ്ളോഗാണ് ഇന്ന്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നന്ദുന്നും കുഞ്ഞാവാന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ആദ്യം എന്നെ കുറച്ച് ഉപദേശിച്ചു. എന്താ ഈ എല്ലാവരുടെയും പേര് പറയുമ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് അവരാരാന്ന് മനസ്സിലാവുക എന്നൊക്കെ ചോദിച്ചിട്ടേ അവൻ പറഞ്ഞാലും കാര്യമില്ലാതില്ല. അപ്പം ഞാൻ പറയാം, ഞങ്ങൾ കുട്ടികൾ 4 പേരാണ്. സോണേച്ചിയും കുഞ്ഞാവയും ഞാനും നന്ദു. സോണേച്ചിയും കുഞ്ഞാവയും എൻ്റെ ചേച്ചിമാരാ, നന്ദു എൻ്റെ അനിയനും. പിന്നെ എനിക്ക് 2 ഏട്ടന്മാരും കൂടിയുണ്ട്, രാശേട്ടനും മാഷേട്ടനും. സോണേച്ചിയുടെയും കുഞ്ഞാവയുടെയും ഭർത്താക്കന്മാർ. ഇപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസമായി അമ്മ തുടങ്ങിയിട്ട് പൂരത്തിന് കുട്ടികൾ വരും എന്ന്. ആ പറഞ്ഞ കുട്ടികളാണ് ആദിയേശവന്മാർ. വാ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പൂരത്തിന് പോവാണ് ഗൈസ്. ഇത് ആദി, ഇന്ന് ചേച്ചിയുടെ മോനാണ്. ഇവനൊരു ചാനലുണ്ട്, പക്ഷേ ഇറ്റ്സ് എ വെരി സീക്രട്ട്. ഗൈസ്, ഇതെന്റെ ചേച്ചിയുടെ ഇതിന്റെ 2ാമത്തെ ചേച്ചിയുടെ മൂത്ത മോനാണ് കേശു. പൂരത്തിന്റെ ഓരോ ടീമും ഈ റോട്ടിൽ കൂടെ തന്നെ കേട്ടോ കടന്നു പോവുക. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നതാ. അപ്പോൾ കേശു പൂരത്തിന് അവന് വാങ്ങേണ്ട കളിപ്പാട്ടങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്. അങ്ങനെ ഓരോ ടീമും കൊട്ടും പാട്ടും പിന്നെ ഓരോ വേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി നിന്നിട്ടത് കാണുകയാണ്. അമ്മത് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും കുഞ്ഞാവി അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനെൻ്റെ ചിദംബരത്തിൻ്റെ ഒപ്പം പൂരം വൈബ് ആഘോഷിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഈ കൊട്ടും പാട്ടും ഡാൻസും എന്നല്ല കേട്ടോ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കണേ. അവരിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ നോട്ട് എറിയുന്നുണ്ടോ. അപ്പം ഞാൻ അതിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവരൊന്ന് നീങ്ങിയിട്ട് വേണം എനിക്കത് പോയി പെറുക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി പെറുക്കുകയാണ്. 2-3 എണ്ണമൊക്കെ ഞാൻ എടുത്തു. അപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഓടി വന്നു, കേശു. എന്നിട്ട് ഞാൻ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ അവന് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് കരഞ്ഞി കൊളാക്കും അവിടെ കിടന്ന്. അങ്ങനെ ഞാൻ പെറുക്കിയെടുത്ത നോട്ടുകൾ കേശുവിൻ്റെ കയ്യിലായി ഗൈസ്. അങ്ങനെ പിന്നെ ഓരോ ടീം വന്നു, ഡാൻസ് പാട്ട് ഇതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ നോക്കി നിന്ന് പൂരം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ അന്തം വിട്ട് നോക്കി നിൽക്കണം എന്താണെന്നറിയോ, ഒരു വലിയ കാളായിരുന്നു കേട്ടോ. അത് കണ്ടോ, നോക്ക് എത്ര വലിയ കാളയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയ കാളയെ കാണുന്നത്. ഞാൻ പൂരത്തിനൊന്നും അങ്ങനെ പോവാത്തതുകൊണ്ടായിരിക്കും. ഇതിന് ശരിക്കും രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. രാത്രിത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ യേശുവിന് കുറേ ഡാൻസൊക്കെ കളിച്ചപ്പോൾ അവന് കാല് കടഞ്ഞിട്ട് അവൻ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു വഴി കൂടെയാണ് കേട്ടോ ഈ പോണത്. മുന്നിൽ 2 ആൾക്കാർ, 2-3 ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തായാലും പൂരത്തിനായിരിക്കുമല്ലോ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവരെ പിന്നാലെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയതൊരു പാടത്തേക്കാണ്. പാടത്തേക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ അതിൻ്റെ വരമ്പത്തിൽ കൂടെ ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 1-2 തവണ വീഴാനൊക്കെ പോയി. കാരണം കുറച്ച് സ്ലിപ്പായി ഇങ്ങോട്ട് ചാരി കിടക്കണ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ആ പാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്പലമായി കേട്ടോ. അവിടെ ആ പാടത്തൊക്കെ വെച്ചിട്ട് തന്നെയാണ് പരിപാടികളൊക്കെ നടക്കണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അമ്പലം എവിടെയാണ് പൂരം നടക്കണത്. ലൈറ്റും സൗണ്ടും. 2 അടി ഒറ്റയ്ക്ക് നടന്നപ്പോഴത്തേനും കേശവൻ്റെ 18ാമത്തെ അടവ് പുറത്തെടുക്കുകയാണ് ഈ കാണുന്നത്. അവനിനി ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ, കാല് വേദനിക്കുകയാണ്, അവനിനി എടുക്കണം, എന്നാലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത്. എന്തായാലും പുള്ളിക്കാരനെ എടുത്തോണ്ട് നടക്കണം ഇനി അങ്ങോട്ട്.
പിന്നെ പണ്ട് മുക്കാർത്തിക്കാവിലെ പൂരം കാണാൻ പോയത് ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു ദൂരമല്ല കേട്ടോ. അവിടേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. ഇതിപ്പോൾ ഈ പാടം ഇങ്ങോട്ട് കടന്ന അമ്പലമായി. അങ്ങനെ നടന്ന് പാടൊക്കെ കടന്ന് നമ്മൾ ഏകദേശം എത്തി കേട്ടോ. ഇനിതാ ഈ ചെറിയ കയറ്റും കൂടി കടന്ന ഒരു കനാലുണ്ട്. ആ കനാൽ ചാടിക്കടക്കണം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് അല്ലേ. ഇത്തവണ ഈ പാടം ഫുള്ള് പൂരപ്പറമ്പാക്കിയിരിക്കുക കേട്ടോ അവര്. അങ്ങനെ നമ്മൾ പൂരപ്പറമ്പിലെത്തി. നമുക്ക് പൂരം കാണാം. നമ്മളവിടെ കണ്ട ആ കാഴ്ചകളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ നീ. അതുകൊണ്ട് ഞങ്ങൾ കളിപ്പാട്ടക്കടയിൽ കയറി കുറച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞ് വേറെ എന്താ അവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതെന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം ഈ കോളിഫ്ലവർ ഫ്രൈ കണ്ടുപിടിച്ചത്. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കേശു പിന്നെ ആ വഴിക്കേ ഇല്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ച് പിന്നെ ഇതേ ഈ സ്ലൈഡർ കണ്ടു. കേശുവിന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറ്റിയില്ല. പിന്നെ അവനൊരാഗ്രഹം പറഞ്ഞത് ഇതായിരുന്നു, ഈ കാളവണ്ടിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കണമെന്ന്. അപ്പോൾ ആദ്യം കയറിയിരുന്നു. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അത് നേടിക്കൊടുക്കണം എന്നല്ലേ. ആ വലിയ കാളയിൽ ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ നോക്കൂ, എന്ത് ഭംഗിയാണ് എല്ലാവരും കാണാൻ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൂടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാറ് ഇങ്ങനെ കാണിക്കുന്നു. സത്യം പറഞ്ഞാൽ വോക്സ്വാഗൺ ബീറ്റനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർബി ഫുൾ ലോഡഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഡിക്കി തുറക്കാം, 2 ഡോർ തുറക്കാം. ലൈറ്റും കത്തും. അത്യാവശ്യം നല്ല സ്പീഡിലും നിങ്ങൾക്ക് ഈ കാർ അറിയില്ലെങ്കിൽ ചിലപ്പോ കണ്ടിട്ടില്ല. അതിലുള്ള അതേ ഹെർബി എന്ന് പറഞ്ഞ കാറാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാ രണ്ടുപേരും കേശുവിന്റെ കയ്യിൽ കാറ്, ആദ്യയുടെ കയ്യില് വോക്സ്വാഗൺ ബീറ്റൻ.